CPM നിലപാടെന്ന് പറയുന്നത്. KP റഹ്മത്തുള്ള തുടരുന്നുണ്ട്. KP റഹ്മത്തുള്ള, ഒരു ജില്ലാ വിഭജനം എന്നത് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയമാകാം. അതിനപ്പുറം മറ്റെന്തെങ്കിലും ചരിത്രപരമായ, ഭൂമിശാസ്ത്രപരമായ, അതല്ലെങ്കിൽ കണക്കുകളുടെ പിന്തുണ ഈ ആവശ്യത്തിലുണ്ടോ? വളരെ കൃത്യമായി കണക്കുകളുടെ പിന്തുണയുണ്ട് എന്നതാണ് സത്യം. 2021 നമ്മുടെ സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 42 ലക്ഷം ജനങ്ങളുണ്ട് എന്നാണ്. ആ കണക്കെടുപ്പ് കഴിഞ്ഞിട്ട് കുറെ കാലമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം മലപ്പുറം ജില്ലയിൽ 50 48 ലക്ഷം ജനങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. മാത്രമല്ല, കേരളത്തിൽ വികസന കാര്യത്തിൽ 14ാം സ്ഥാനമാണ് ഇപ്പോഴും മലപ്പുറം ജില്ലക്കുള്ളത്. മലപ്പുറം ജില്ലയിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളില്ല, സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനം കോളേജുകൾ പോലും വേണ്ടത്ര ഇല്ല. മലപ്പുറം ജില്ലയിൽ എല്ലാ കൊല്ലവും +2 സീറ്റുകളില്ല. കോളേജുകളിൽ പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അവരുദ്ദേശിക്കുന്ന കോഴ്സുകൾക്ക് അഡ്മിഷൻ ഇല്ല എന്നതൊക്കെ സത്യമാണ്. മാത്രമല്ല, സാനു പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയാണ്. ബഡ്ജറ്റ് ജില്ലാ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളിൽ സർക്കാർ പണം നൽകുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. 7 ലക്ഷം ജനങ്ങളുള്ള വയനാടിനും 50 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ലക്കും ഒരേ രീതിയിൽ ബഡ്ജറ്റ് വീതം വരുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇപ്പോൾ പുതിയതായി തിടുക്കം കൂട്ടിയാണ് മുസ്ലിം ലീഗ് ഇത് പറയുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം SDPI മലപ്പുറം ജില്ലാ വിഭജനം എന്ന കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ 2 കൊല്ലം ഈ വിഷയം സത്യസന്ധമായി പഠിച്ചതിന് ശേഷമാണ് മുസ്ലിം ലീഗ് ജില്ലാ വിഭജനത്തിന് അനുകൂലമായി രംഗത്ത് വന്നത്. മാത്രമല്ല, CPM ഇതിനെ എതിർക്കുന്നത് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു ജില്ല കൂടി ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ്. മാത്രമല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടോട്ടി താലൂക്ക് പ്രഖ്യാപന സമ്മേളനത്തിൽ വളരെ പരസ്യമായി അന്നത്തെ മുസ്ലിം ലീഗ് MLA ആയിരുന്ന KNA ഖാദർ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്, പുതിയ താലൂക്കുകൾ രൂപീകരിച്ചതിന്റെ ക്ഷീണം മാറിയതിനു ശേഷം നമുക്ക് ജില്ലയെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. വളരെ നേരത്തെ തന്നെ മലപ്പുറം ജില്ല അനുവദിച്ച CPM പോലുള്ള ഒരു പാർട്ടി വളരെ കൃത്യമായി കണ്ട് രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്. കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതല്ല. ഈ നാട്ടിലെ ജനങ്ങൾ ജില്ലാ വിഭജനം ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം. പൊന്നാനിയിൽ നിന്ന് ഒരാൾ നിലമ്പൂര് വരെ അവിടെ വരെ പോകേണ്ട രീതിയാണുള്ളത്. മലപ്പുറം ജില്ലയിൽ ഒരു പുതിയ ജില്ല വരുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ വികസനത്തിന് ആക്കം കൂടും എന്നത് തീർച്ചയാണ്. ആര് പറയുന്നു എന്നല്ല, എന്ത് പറയുന്നു എന്നത് നോക്കി കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. മുസ്ലിം ലീഗ് ഒരു ദിവസം രാവിലെ ഉന്നയിച്ച ആവശ്യമല്ല ഇത്. അവർ വളരെ ശാസ്ത്രീയമായി കമ്മിറ്റി ഉണ്ടാക്കി, 5 അംഗ കമ്മിറ്റി വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് അവർ ജില്ലാ വിഭജനം എന്ന ആവശ്യം അംഗീകരിക്കുകയും ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും അന്നത്തെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് UA ലത്തീഫ് MLAയും ഒക്കെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി ഈ ജില്ലാ വിഭജനത്തെ അനുകൂലിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ മറ്റു പാർട്ടികൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ജില്ലകളെയും താലൂക്കുകളെയും ഒക്കെ എതിർക്കുക എന്നത് സ്വാഭാവികമാണ്. അതല്ല, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ഇപ്പോൾ ജില്ലാ വിഭജനം ആഗ്രഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഏറ്റവും ചൂടേറിയ വിഷയമായി മലപ്പുറം ജില്ലാ വിഭജനം മാറും എന്നത് തീർച്ചയാണ്. ആര് പറയുന്നു എന്നതിനപ്പുറം ശാസ്ത്രീയമായി മറ്റു ജില്ലകളിലെ ജനസംഖ്യകളുമായി ബന്ധപ്പെട്ട്, മറ്റു ജില്ലകളിലെ വിഭജനവുമായി ഒക്കെ ബന്ധപ്പെട്ട്, വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ വിഭജനത്തെ സമീപിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും പക്ഷേ ഇക്കാര്യത്തിൽ ലീഗിനെ വെല്ലുവിളിക്കുകയാണ്. മലപ്പുറം ജില്ലാ വിഭജനം UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക എന്നാണ് KT ജലീലിന്റെ ചോദ്യം. അതിനുള്ള ത്രാണി ലീഗിനുണ്ടോ എന്നും എല്ലാ കാര്യത്തിലും മുസ്ലിം ലീഗിൽ 2 അഭിപ്രായമാണ് ഉള്ളതെന്നും KT ജലീൽ പറയുന്നു.